ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിനോട് നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ ആഘോഷത്തിന് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസാന മണിക്കൂറുകളാണ്. നമ്മൾ ശരിക്കും ഇന്നത്തെ വായനകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എപ്രകാരമാണ് ഈ ഒരു ക്രിസ്മസ് ആഘോഷം അർത്ഥവത്താക്കാൻ നമുക്ക് സാധിക്കുക. 4 വാരത്തിൻ്റെ തിരിയും നമ്മൾ ഇന്ന് തെളിച്ചു. 4 തിരികൾ ഇന്ന് വൈകിട്ടത്തെ വിജിൽ സർവീസിന് 5ാമത്തെ തിരി വെള്ളത്തിരി നമ്മൾ കത്തിക്കും. ഈ തിരികൾ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. ശരിക്കും ഇന്ന് ഉറവിടം കണ്ടെത്താതെ ജീവിക്കുന്ന നിരവധി ക്രിസ്ത്യാനികളെ കാണാൻ പറ്റും. അവരാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിനുണ്ടാകാൻ അതിൻ്റെ ഉറവിടം കണ്ടെത്താത്തവർ. 1ാമത്തെ തിരി സൂചിപ്പിച്ചത് പ്രത്യാശയുടെ ഉറവിടം എന്ന് പറയുന്നത് ദൈവമാണ്. പറയുകൊണ്ട് നിരാശപ്പെടാതെ പ്രത്യാശയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് മനുഷ്യർ നമ്മളെ പൊക്കി പറഞ്ഞത് അത് കേട്ട് കുളിര് കൊണ്ട് പോയാൽ പോരാ. നമുക്ക് ദൈവവുമായിട്ടൊരു ബന്ധം വേണം. അതില്ലാത്തത് കൊണ്ടാണ് വേണമെങ്കിൽ ഒരു കാലത്ത് നമ്മളെ പൊക്കി പറഞ്ഞവര് പിന്നീട് നമ്മളെ താഴ്ത്തി കെട്ടി സംസാരിച്ചപ്പോൾ പിന്നെ മരിക്കാമെന്നുള്ള ആ ഒരു ചിന്തയാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ദൈവവുമായിട്ടൊരു ബന്ധമുള്ളവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശ നമ്മെ നിരാശപ്പെടുത്തില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം റോമാലേഖനം 4-5 വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന. 2ാമത്തേതാണ് സമാധാനം. ഇന്ന് ഒരുപാട് വ്യക്തികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സമാധാനത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ദൈവമാണ്. അത് കർത്താവ് തന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഞാൻ തരുന്ന ഈ സമാധാനം നിങ്ങൾക്ക് ലോകത്ത് കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് ഈ സമാധാനമാണ് വേണ്ടത് എങ്കിൽ ദൈവവുമായിട്ടാണ് നമ്മളൊരു ബന്ധം പുലർത്തേണ്ടത്. ആ ബന്ധത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥനയില്ല, ദൈവാശ്രയത്വം ഇല്ലാതെ നമ്മൾ മുമ്പോട്ട് പോയിട്ട് നമുക്ക് സമാധാനം ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? യെശയ്യാ 57-ഉം 59 അധ്യായങ്ങൾ ഒരുപോലെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. പാപത്തിൽ ജീവിക്കുന്നവർക്ക് സമാധാനം അനുഭവിക്കാൻ പറ്റില്ല. പറയുകൊണ്ട് പാപത്തിൻ്റെ നൈമിഷിക സുഖമാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ പോകുന്നവർക്ക് യഥാർത്ഥ സമാധാനം അത് കണ്ടെത്താനായിട്ട് സാധിച്ചെന്ന് വരില്ല. 3ാമത്തെ തിരി നമ്മെ പഠിപ്പിച്ച കാര്യം ആനന്ദത്തിൻ്റെ ഉറവിടം ദൈവമാണ്. വെറും സന്തോഷമല്ല. ചെറിയ സന്തോഷങ്ങൾ, താൽക്കാലികമായ സന്തോഷങ്ങൾ ലോകത്തിന് തരാൻ പറ്റും. ഫുഡ് കഴിച്ചാലും കിട്ടും. വേണമെങ്കിൽ ലോകത്ത് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ നമുക്ക് താൽക്കാലികമായിട്ട് അനുഭവിക്കാൻ പറ്റിയേക്കാം. പക്ഷെ ആനന്ദം എന്ന് പറയുന്നത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. അപ്പം അതിന് ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്ത് നമുക്ക് ജീവിക്കാൻ പറ്റും. 4ാമത്തെ തിരി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് സ്നേഹത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ദൈവമാണ്. ഒരുപാട് പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ടിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. എല്ലാം പ്രേമത്തിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നത്തിൽ ചെന്നുപെട്ടവരുണ്ട്. ഇനി ഈ പ്രേമം എന്തിനു വേണ്ടിയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും നമ്മൾ സ്നേഹിക്കപ്പെടണം, സ്നേഹിക്കാൻ പറ്റണം, ഇങ്ങനെയുള്ള ആ ഒരു ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയുള്ളതാണ് നമ്മുടെ ഹൃദയം. പക്ഷെ അത് പരിശുദ്ധമായ ആ പ്രേമത്തിന്, സ്നേഹത്തിനുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ കാണണം. ദൈവത്തെ മറന്ന് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന രീതിയിലുള്ള പ്രേമങ്ങളിലേക്ക്, സ്നേഹബന്ധങ്ങളിലേക്ക്, സൗഹൃദങ്ങളിലേക്ക് നമ്മൾ പോയാൽ സൗഹൃദമേ അല്ല എന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് നമ്മളെ പഠിപ്പിക്കുക. പറയുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ പഠിച്ചവർക്ക് ഒരു കുഴപ്പമില്ല. അവർക്ക് നിൽക്കേണ്ടിടത്ത് നിൽക്കാൻ അറിയാം. മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ പോകണം എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾക്കുമുള്ള ഉറവിടം എന്ന് പറയുന്നത് ദൈവമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നിത്യാദിവാനിൽ നമ്മൾ കണ്ടു ഈ ഒരു തിരിച്ചറിവുണ്ടായിരുന്ന ദാവീദിന് പറയാൻ സാധിച്ചൊരു കാര്യം. ദാവീദ് പറയാണ്, ഞാൻ രാജാവ്, ഞാൻ കഴിയുന്നത് കൊട്ടാരത്തിൽ, പക്ഷേ രാജാതിരാജനായ ദൈവം, ആർക്ക് ഓഫ് ദ കവനന്റ്, അത് വെച്ചിരിക്കുന്ന എവിടെയാണ്? ഒരു കുടിലിൽ, ടെന്റ്. അപ്പം അതുകൊണ്ട് ഈ ദൈവം വസിക്കാനായിട്ട് ഒരാലയം പണിയണം എന്ന് പറയുന്ന ദാവീദിനെ കാണാൻ പറ്റും. ദാവീദ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ വെറും ആട്ടിടയനായിരുന്നു. അവിടെ നിന്നും ദൈവം എന്നെ വിളിച്ച് അഭിഷേകം ചെയ്ത് രാജാവാക്കി. വന്ന വഴി മറന്നില്ല.
ഒരു കാലത്ത് വേണമെങ്കിൽ അങ്ങേയറ്റം ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്നവര് ഇന്ന് സമ്പത്തായി, സൗകര്യങ്ങളായി, ഇതെല്ലാമായി കഴിഞ്ഞപ്പോഴത്തേക്കും പള്ളിയിലും പോകണമെന്നില്ല, പ്രാർത്ഥിക്കണമെന്നുമില്ല, ഒരു ഉപകാരവും ചെയ്യണമെന്നുമില്ല. അങ്ങനെ അവരുടെ സുഖജീവിതത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന അവസ്ഥ. അവര് വന്ന വഴി മറന്നവരാണ്. അങ്ങനെ ഒരു കാര്യം ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ആട്ടിടയനായിരുന്ന എന്നെ രാജാവാക്കിയത് എൻ്റെ ദൈവമാണ്. അപ്പം ആ ദൈവത്തിന് വസിക്കാൻ ഒരാലയം വേണം. ആലയത്തെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ദാവീദ് എന്നിവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തെ മാനിക്കുന്ന ഏത് വ്യക്തിക്കും ആലയത്തെക്കുറിച്ച് ഒരു ചിന്തയുണ്ടാകും. നിങ്ങൾ 1 ദിനവൃത്താന്തം 29-ാം അധ്യായം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആലയം മനുഷ്യർക്ക് വേണ്ടിയുള്ളതല്ല, ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പള്ളിയിൽ പോകാത്തതും പ്രാർത്ഥിക്കാത്തതും ഏതെങ്കിലും അച്ഛനെയോ ബിഷപ്പിനെയോ നോക്കിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഞാൻ പള്ളിയിൽ പോകാതിരുന്നാൽ, ഞാൻ പ്രാർത്ഥിക്കാതിരുന്നാൽ ആർക്കാണ് നഷ്ടം? എനിക്ക് തന്നെയാണ് നഷ്ടം. അങ്ങനെയുള്ള ചിന്തകളെയൊക്കെ മറികടന്ന് ആലയം ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ആലയത്തിൽ പോകുന്നത് ദൈവത്തെ കണ്ടുമുട്ടാനും അതുപോലെ തന്നെ കൂദാശകളിലൂടെ ആത്മീയ പരിപോഷണം പ്രാപിക്കാനും വേണ്ടിയാണ്. നിങ്ങൾ മിക്കവാറും ആൾക്കാരൊക്കെ ഈ ക്രിസ്മസിനും ഈസ്റ്ററിനും അങ്ങനെയുള്ള സമയത്തെങ്കിലും പള്ളി പോകുന്ന സമ്പ്രദായമുണ്ട്. ക്രിസ്മസിന് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഡെക്കറേഷൻസ്, പല കാര്യങ്ങൾ അവിടെ ആലയത്തിൽ ചെയ്തിരിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി. നമ്മൾ ക്രിസ്മസ് ഭംഗിയായിട്ട് ആഘോഷിച്ച് അതിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടി. കുറച്ച് നാളുകളായിട്ട് ഒരുപാട് വ്യക്തികൾ കുമ്പസാരിക്കാൻ പോയി, ഒരുപാട് വൈദികര് ഇരുന്ന് കുമ്പസാരിപ്പിച്ചു. ആർക്ക് വേണ്ടിയാ? നമ്മുടെ ആത്മീയ നന്മയ്ക്ക് വേണ്ടി. അപ്പം അതുകൊണ്ട് ഈ ഒരു ബോധ്യമുള്ള വ്യക്തികൾ അവരാലയത്തിൽ പോയാലും അത് ദൈവത്തെ കാണാൻ വേണ്ടിയും ദൈവാനുഭവത്തിന് വേണ്ടിയായിരിക്കും. അതാണ് നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത്. ദൈവത്തെ മാനിക്കുന്നവർ ആലയത്തെ മാനിക്കുകയും, നമ്മുടെ ഇടവകപ്പള്ളിയിലാണെങ്കിലും നമ്മൾ പോകുമ്പോൾ വെറും കൈയോടെ പോകാതെ ഉണ്ട്, അവിടെ പോയി നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമുക്ക് ആലയത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കണം, നമ്മുടെ പ്രാർത്ഥന കൊണ്ടും സാമ്പത്തികമായിട്ടൊക്കെ. അതാണ് നമ്മൾ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി മാറുവാനായിട്ട് നാം ചെയ്യേണ്ട ഒരു കാര്യം. ഇതോടൊപ്പം നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ മാനിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് പാപങ്ങളെക്കുറിച്ച് നമുക്കൊരു ചിന്ത വേണം. ഗലാത്യർ 2-ാം അധ്യായം 10 മുതൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, പാപങ്ങളെക്കുറിച്ച് നമുക്കൊരു ചിന്ത വേണം. ഞാൻ ഈ ദിവസങ്ങളിൽ ചിന്തിക്കാറ്, എത്രയോ പേര് വെച്ചാൽ ക്രിസ്മസിന് ഒരു കേക്ക് മേടിക്കണമെന്നുണ്ട്, പിള്ളേർക്ക് സന്തോഷമാകും. പക്ഷെ ഞങ്ങൾക്ക് അതിന് സാമ്പത്തികമായിട്ട് ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല. ഇച്ചിരി ഇറച്ചി മീനൊക്കെ മേടിക്കണമെന്നുണ്ട്, ഞങ്ങൾക്കതിന് നിവൃത്തിയില്ല. അങ്ങനെയുള്ള കുറേ പേര് നമ്മൾ സഹായിക്കുകയുണ്ടായി. അങ്ങനെ പറഞ്ഞു വരുന്ന ഒരാളെയും നമ്മൾക്ക് വെറും കൈയോടെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഒരു ദരിദ്രനുണ്ടെങ്കിൽ ഒന്ന് കണ്ടെത്തുക. അവർക്ക് ഒരുപക്ഷെ നമ്മൾ ആവശ്യത്തിലേറെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കും, നമ്മുടെ മക്കളെ കൊണ്ട് കഴിപ്പിക്കും. ഒരു മതിയെന്ന് പറഞ്ഞാലും അല്ല കുറച്ചുകൂടെ കഴിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ നിർബന്ധിച്ചേക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർത്തിയിട്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള വേദനിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന വ്യക്തികളെ ഏതെങ്കിലും വിധത്തിൽ ഒരു നേരം നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് അവരെ സഹായിക്കുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ക്രിസ്മസ് നിങ്ങളൊന്ന് ആഘോഷിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് നിങ്ങളൊന്ന് പോയേ. അവിടെ നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തെ കണ്ടുമുട്ടുന്ന അനുഭവം, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന അനുഭവം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അതനുസരിച്ച് പെരുമാറിയ ഒരു വ്യക്തിയായിട്ട് ദാവീദിനെ നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ 2-ാം വായനയിൽ നമ്മൾ കേട്ട എന്താണ്, യേശുക്രിസ്തുവിനെ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ജീസസ് ക്രൈസ്റ്റ് ഈസ് എ മിസ്റ്ററി. യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരു രഹസ്യമാണ്. ആ രഹസ്യം നമ്മൾ വിശ്വാസത്തിൽ ഏറ്റെടുക്കുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഞാൻ കേട്ടോ, ഒരു MBBS കഴിഞ്ഞ് MD കഴിഞ്ഞ ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഒരു പുസ്തകം വായിച്ചപ്പോൾ ആ പുസ്തകത്തിലൊരു പദം അദ്ദേഹം കണ്ടുമുട്ടി, ട്രാൻസബ്സ്റ്റാൻസിയേഷൻ. ശരിക്കും സഭ അതേക്കുറിച്ച് പഠിപ്പിക്കുന്നത് വിശുദ്ധ കുർബാന നടക്കുമ്പോൾ കൂദാശയുടെ പ്രവർത്തനത്താലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലും വിശുദ്ധ കുർബാനയിൽ നമ്മൾ അർപ്പിക്കുന്ന അപ്പവും മീഞ്ഞും കളറും ടേസ്റ്റും മാറുന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നു. അതാണ് ഈ ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ഈ ഡോക്ടർ പറയാണ്, 2 വർഷത്തോളം ഞാൻ ഇതേക്കുറിച്ച് ചിന്തിച്ചു, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ നോക്കി, എനിക്ക് കാര്യമായിട്ടൊന്നും പിടികിട്ടിയില്ല.
പക്ഷെ അതിനുശേഷം ഒരു ദിവസം കുർബാനയുടെ സമയത്ത് അദ്ദേഹം പറഞ്ഞു, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ ആണ് എന്ന്. അദ്ദേഹം പറഞ്ഞാണ്, ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത്, അന്ന് മുതൽ എനിക്ക് വിശുദ്ധ കുർബാന കൂടുതൽ അനുഭവമായി തുടങ്ങി. അന്ന് മുതൽ എനിക്ക് ഈ പദത്തിൻ്റെ അർത്ഥം കൂടുതൽ കൂടുതൽ മനസ്സിലാകാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം ടു ബി സോൾവ്ഡ് ബട്ട് എ മിസ്റ്ററി ടു ബി ലിഫ്റ്റ്. പല മാതാപിതാക്കളും വന്ന് പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. അച്ഛാ, എൻ്റെ മകൻ എൻ്റെ മകള് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവരുടെ കൂട്ടുകാർ ചോദിച്ച കുറേ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സഭയെക്കുറിച്ച്, അതുപോലെ തന്നെ കൂദാശകളെക്കുറിച്ച്, ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് അതിനൊന്നും മറുപടി പറയാൻ അറിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്തുമാത്രം പഠിച്ചവരാണേലും ചിലരുടെ ബൗദ്ധിക തലത്തിലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒരു മറുപടി കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തു എന്ന് പറയുന്നത് നമ്മൾ വിശ്വാസത്തിൽ ഏറ്റെടുത്ത് ജീവിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ഈ രഹസ്യം വർഷങ്ങളോളം വെളിപ്പെടാതിരുന്ന ഈ രഹസ്യം ഇതാ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു. അതാണ് യേശുക്രിസ്തുവിൻ്റെ ജനന തിരുനാളിൽ നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ സന്ദേശം വളരെ വലുതാണ്. മറിയം ദൈവത്തിന് കൊടുത്ത ഒരു പ്രത്യുത്തരം. ഇതുപോലെ ഒരു പ്രത്യുത്തരം നൽകാൻ സാധിച്ചാൽ നമുക്കൊക്കെ യേശുവിനെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ പറ്റും. യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. ഇതിന് മറിയം വലിയ വില കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ കാതലായ സന്ദേശം മറിയം കൊടുത്ത വിലയാണ്. മറിയത്തിൻ്റെ പദ്ധതികള്, പ്ലാനുകള് എല്ലാം മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ ഹിതം അവളിൽ നിറവേറാൻ തൻ്റെ ജീവിതം സമർപ്പിച്ചു. ഇന്ന് നിസ്സാര കാര്യങ്ങൾ, ചില വ്യക്തികളുടെ ചെറിയ ഇഷ്ടങ്ങൾ, അതുപോലും ഒന്നും ബലി കഴിക്കാൻ അവർ റെഡിയല്ല. ഇനി അത് കിട്ടാൻ വേണ്ടി നിർബന്ധം പിടിച്ച് വേണേ വീട്ടിലുള്ള ബാക്കിയുള്ളവരെ എല്ലാം ശ്വാസം മുട്ടിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ നടത്തുന്ന വ്യക്തികളെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കാണുകയാണ്, മറിയം ചെയ്തൊരു കാര്യം തൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്ലാനും പദ്ധതിയും വളരെ നല്ല പ്ലാനും പദ്ധതിയായിരുന്നു. എന്നിട്ട് പോലും ദൈവം ഇഷ്ടപ്പെടുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് നിറവേറട്ടെ എന്ന് പറയാൻ സാധിച്ചു. അതാണ് ഫിയാത്ത് എന്ന് പറയുന്ന ആ പദത്തിൻ്റെ അർത്ഥം. ലെറ്റ് യുവർ വിൽ ബി ഡൺ, അവിടുത്തെ ഹിതം എന്നിൽ നിറവേറട്ടെ. ഇപ്രകാരം ചിന്തിച്ച മറിയത്തിന് ലോകത്തിന് നൽകാൻ പറ്റിയത് വലിയ ഒരു സംഭാവനയാണ് എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മുമ്പിൽ എളിമപ്പെട്ട് ദൈവത്തിൻ്റെ വഴികളിലേക്ക് വരാനും ആ വഴികളിലൂടെ മുമ്പോട്ട് പോകാനുമുള്ള ഒരാഗ്രഹം നമുക്കുണ്ടാകട്ടെ. അതിനുവേണ്ട ഒരഭിഷേകം ആഗ്രഹിച്ച് ഈ വിശുദ്ധ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.